കാലുകളിൽ നല്ല ബ്ലാക്കിഷ് ആയിട്ട് കളർ വരിക, ചില ആളുകൾക്ക് നല്ല ബ്രൗണിഷ് ആയിട്ട് വരും, ചിലപ്പോൾ ചില ആൾക്ക് നല്ല നീല കളറിൽ വരുന്ന ആളുകളുണ്ടായിരിക്കും. അതുപോലെ കാല് നല്ല ചൊറി വരിക, നല്ല സ്കെയിലി സ്കിന്നുകളൊക്കെ പൊളിഞ്ഞു പോരുന്ന രീതിയിലൊക്കെ പലപ്പോഴും ഇന്ന് കണ്ടുവരുന്ന ഒരു കംപ്ലൈൻറ്റുകളാണ്. പ്രത്യേകിച്ച് ഒരു 35-40 വയസ്സുള്ള ആളുകൾക്കാണ് ഈ ഒരു കാലിൽ ഇങ്ങനെ ഡിസ്കളറേഷൻ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഡിസ്കളറേഷൻ. ചില ആളുകൾക്ക് നേരത്തെ പറഞ്ഞ പോലെ ബ്ലാക്ക് ആയിട്ട് വരാറുണ്ട്, ചില ആൾക്ക് പെയിൽ കളർ വരാറുണ്ട്, ചില ആളുകൾക്ക് ബ്രൗണിഷ് ആയിട്ടൊക്കെ കാണാറുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഡിസ്കളറേഷൻ വരുന്നത്? ഇതിന് എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം? നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ട്? ഇത് വലിയ സിവിയർ ആയിട്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടാക്കുമോ എന്നതിനെ കുറിച്ചുള്ള ചെറിയൊരു സെഷനാണ് ഇന്ന് നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ പേര് ഡോക്ടർ സിറാജ്, മെഡിക്കൽ ഓഫീസർ, QNB ഹോസ്പിറ്റൽ, കൊടുവള്ളി. അപ്പോൾ ഈ പറയുന്ന ബ്ലാക്ക് ഡിസ്കളറേഷൻ, ചില ആളുകൾക്ക് അത് വല്ലാണ്ട് ക്രോണിക് ആകുന്ന സമയത്താണ് ബ്ലാക്ക് കളറിലേക്ക് എടുക്കുക. ചില ആളുകൾ നല്ല ഡാർക്ക് ബ്രൗൺ ആയിരിക്കും ഉണ്ടാവുക, അതേപോലെ ചില ആൾക്ക് നല്ല ചെറിയൊരു പെയിൽ കളറിലൊക്കെ ഉണ്ടാകാറുണ്ട്. അതിന് കൂടെ തന്നെ എന്ത് ചെയ്യും? സ്വെല്ലിങ് ഉണ്ടാവുക, ഇച്ചിങ് വരിക. ഇത് എല്ലാവർക്കും എല്ലതും ഉണ്ടാകണം എന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത എന്നുള്ളത്. അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഈ പറയുന്ന കളർ വരുന്നു എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം. അതിൽ ആദ്യമായിട്ട് വാസ്കുലർ ഡിസീസുകൾ, പെരിഫറൽ വാസ്കുലർ ഡിസീസുകൾ കൂടുതലായിട്ട് ഉള്ള ആളുകൾക്ക് ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ്. അതായത് ആ പേരിൽ പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്യും? നമ്മുടെ ഏറ്റവും എക്സ്റ്റേണൽ ആയിട്ടുള്ള പെരിഫറലി ആയിട്ടുള്ള എന്ത് ചെയ്യും? സർക്കുലേഷൻ എന്ന് ഡാമേജഡ് ആക്കി കളയുന്ന കണ്ടീഷൻ ഉണ്ടാകുക. അതായത് കൂടുതലായിട്ട് ഷുഗർ ഉള്ള ആളുകൾ, അതുപോലെ കൊളസ്ട്രോൾ കൂടിയിട്ടുള്ള ആളുകൾ, പൊണ്ണത്തടി കൂടിയിട്ടുള്ള ആളുകൾ, ഇങ്ങനെ കൂടുതൽ നിന്ന് വർക്ക് ചെയ്യുന്ന ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളുടെ ഈ ഒരു കാലിൽ ഉള്ള ഒരു സർക്കുലേഷൻ നല്ലോണം ഡാമേജഡ് ആക്കി കളഞ്ഞിട്ടുണ്ടാകും. ശരിയായ രീതിയിൽ സർക്കുലേഷൻ ഉണ്ടാകും, ബ്ലഡ് എപ്പോഴും തിങ്ങി നിൽക്കുന്ന ഒരവസ്ഥ വരിക. അതേപോലെ തന്നെ അത് ബ്ലഡ് അവിടെ നിന്ന് എന്ത് ചെയ്യില്ല, ഒരു കമാൻഡ് ഔട്ടായിട്ട് എപ്പോഴും ഒരു സർക്കുലേഷൻ പ്രോപ്പറായിട്ട് ഉണ്ടാക്കില്ല എന്നുള്ളതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ ശരിയായ രീതിയിൽ ഹീലിംഗ് പ്രോസസ്സുകൾ നടക്കില്ല, അവർക്ക് വേണ്ട ഓക്സിജനുകളും മറ്റു മെറ്റീരിയൽസും കാര്യം ലഭിക്കില്ല. അങ്ങനെ വരുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് അവിടെ ഡിസ്കളറേഷൻ, സെൽ ഡെത്തുകൾ സംഭവിക്കും. അതുപോലെ ഈ എഡിമ പോലെയുള്ള വീക്കങ്ങൾ വരും, അതുപോലെ ഇച്ചിങ് ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള പല പ്രയാസങ്ങളും ഇങ്ങനെയുള്ള ആളുകൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ കൂടുതലായിട്ടുണ്ടാകൽ ഒരു 40 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക്, പ്രത്യേകിച്ച് ഷുഗർ, കൊളസ്ട്രോൾ ഉള്ള ആളുകൾക്ക്, അതുപോലെ നിന്ന് വർക്ക് ചെയ്യുന്ന ആളുകൾ, ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നതാണ് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മുടെ ക്ലിനിക്കിൽ പേഷ്യൻസ് വരുന്ന സമയത്ത് ഈ ഒരു ഏറ്റവും ലാസ്റ്റ് ആയിട്ടാണ് പലപ്പോഴും പറയാം, ഇങ്ങനെ കാല് ചെറിയ കളറുണ്ട്, ഡോക്ടർ ഇങ്ങോട്ട് നോക്കി കാല് നല്ല കളർ ഇങ്ങനെ മാറി വരുന്നുണ്ട് എന്നുള്ളത്. ചിലപ്പോൾ നമ്മുടെ കാലിൻ്റെ മുകളിലേക്ക്, അതായത് നമ്മുടെ ഞെരിയാണിയുടെ മുകളിലേക്കായിരിക്കും ഉണ്ടാവുക. ചില ആളുകൾക്ക് എന്ത് ചെയ്യും? ഫൂട്ടിൻ്റെ കാൽപാദത്തിന് മുകളിൽ വിരലിൻ്റെ ഭാഗത്തേക്ക് ചെറിയ രൂപത്തിൽ ബ്ലാക്ക് കളർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. അതൊക്കെ ബിഗിനിങ് ആണ്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? 100%, 100% നമുക്ക് എന്ത് ചെയ്യുക? ട്രീറ്റ് ചെയ്തിട്ട് ശരിയായ രീതിയിൽ നമ്മൾ പറയുന്ന പോലെ ചെയ്യുകയാണെങ്കിൽ മാറ്റിയെടുക്കാൻ പറ്റുന്ന കണ്ടീഷനൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഇങ്ങനെ പെരിഫറലി എന്ത് ചെയ്യും? വാസ്കുലർ കണ്ടീഷനുകൾ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള സർക്കുലേറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു ഡിസ്കളറേഷൻ കൂടുതലായിട്ടുണ്ടാകും. അങ്ങനെ ആളുകൾക്ക് എന്ത് ചെയ്യും? ഇച്ചിങ് ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ഈ ഒരു തൊലി പൊളിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വീക്കം കൂടുതലായിട്ടുണ്ടാകും. അതുപോലെ കാലിലൊക്കെ നല്ല തരിപ്പ് വരിക. അതുപോലെ ചില ആളുകൾക്ക് എന്ത് ചെയ്യും? ഇത് കൂടുതലായി കഴിഞ്ഞാൽ, വെരിക്കോസ് വെയിനൊക്കെ കൂടുതലായി കഴിഞ്ഞാൽ നമുക്കറിയാം വെരിക്കോസ് അൾസറുകളൊക്കെ ഫോം ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ അൾസറുകളൊക്കെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഈ എന്താ സർക്കുലേഷൻ ഓൾറെഡി ഡാമേജഡ് ആണ്. അപ്പോൾ അൾസർ ഫോം ചെയ്താൽ എന്ത് ചെയ്യും? ഈ സർക്കുലേഷൻ കുറഞ്ഞത് കൊണ്ട് അത് ഹീൽ ചെയ്യാൻ നല്ല പ്രയാസം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു മുറിവൊക്കെ എന്ത് ചെയ്യുക? ഈ പറഞ്ഞ ആളുകൾക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ മുറിവ് ഉണങ്ങാനുള്ള പ്രയാസങ്ങളൊക്കെ നല്ലോണം ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്ത് ചെയ്യുക? സർക്കുലേഷൻ പ്രോപ്പർ ആക്കാനും നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നമ്മുടെ എക്സസൈസുകൾ, അതിന് വേണ്ടിയിട്ട് നല്ല എക്സസൈസുകൾ ചെയ്യണം. എസ്പെഷ്യലി കാഫ് മസിൽസിന് വേണ്ടിയുള്ള എക്സസൈസുകൾ നല്ലോണം ചെയ്യാൻ ശ്രദ്ധിക്കുക. അതേപോലെ കാല് തൂക്കിയിട്ടിരിക്കുന്ന, അല്ലെങ്കിൽ എപ്പോഴും നിന്നുകൊണ്ട് ജോലി ചെയ്യുന്ന എന്ത് ചെയ്യുക? സന്ദർഭങ്ങളൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെരിക്കോസ് വെയിൻ കൂടുതൽ, അവർക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്. പൊണ്ണത്തടി വന്നിട്ടുള്ള ആളുകളുണ്ട്, അതേപോലെ പ്രഗ്നൻസി വന്നിട്ടൊക്കെ വെരിക്കോസ് വെയിൻ പോലെ പ്രയാസങ്ങൾ ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ഇന്ന് നമുക്ക്
ക്ലിനിക്കിൽ വരുന്ന പ്രധാന റീസൺ എന്താണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ എക്സസൈസ് ചെയ്യില്ല എന്നുള്ളതാണ്. പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യില്ല മാത്രമല്ല എപ്പോഴും നിന്നിട്ടുള്ള വർക്കാണ്. വീട്ടിൽ പാത്രം കഴുകൽ എന്താണ്, ഇപ്പോൾ സിങ്കാണ്, നിന്നിട്ടാണ് നമ്മൾ എന്ത് പാത്രം കഴുകുന്നത്. ഭക്ഷണം ഉണ്ടാക്കുന്ന പുകയില്ലാത്ത അടുപ്പാണ്, സ്റ്റൗ ആണ്, നിന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. അതുപോലെ പച്ചക്കറി അരിയിൽ നിന്നിട്ടാണ് ഭക്ഷണം കഴിക്കലും. എങ്ങനെയാണ്, സ്റ്റൂളിൽ ഇരുന്നിട്ട് പണ്ട് കാലം നമ്മൾ പല ഇട്ടിട്ടാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്നെങ്ങനെയാണ്, കാല് ഉയർത്തിയിട്ടുള്ള ഇരുത്തമാണ് ചെയറിലിരിക്കുന്നത്. അതുപോലെ ടോയ്ലറ്റ് എങ്ങനെയാണ്, പണ്ട് ഇന്ത്യൻ ടോയ്ലറ്റ് ആയിരുന്നു, ഇന്ന് എല്ലാ വീട്ടിലും എന്താണ് യൂറോപ്യൻ ടോയ്ലറ്റാണ്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് രാത്രി ഉറങ്ങുന്ന കണ്ടീഷന് വരെ ഉറക്കിൽ പോലും കംപ്ലീറ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാലിലേക്കുള്ള രക്തയോട്ടം ശരിയായ രീതിയിൽ കിട്ടുന്ന തരത്തിലുള്ള സിറ്റിംഗ് പൊസിഷൻ നമ്മൾ ഇരിക്കുന്നില്ല എന്നുള്ളതിന്. അപ്പോൾ നമ്മൾ പണ്ടൊക്കെ ഇരിക്കുന്ന ചമ്പ്രം പടിഞ്ഞിരിക്കുക, അതുപോലെ നിസ്കാരത്തിൽ ഇരിക്കുന്ന അവർ ഇരുത്തുണ്ടല്ലോ മുസ്ലിംസ്, അതുപോലെ ഇരിക്കുക. അങ്ങനെ കാല് മടങ്ങി ഭൂമിയിൽ ഇരിക്കുന്ന കണ്ടീഷൻ നമുക്ക് നിർബന്ധമായിട്ടും കൊണ്ടുവരണം. എങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് ഒരു പരിധി വരെ വലിയൊരളവിൽ നമുക്കിത് മാറ്റിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൊളസ്ട്രോൾ, ഈ ഷുഗറൊക്കെ കൂടി വരാം. ഷുഗറുകളും കൊളസ്ട്രോളുകളും ഒക്കെ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള ബ്ലഡ് വെസലുകളൊക്കെ എന്ത് ചെയ്യും, ബ്ലോക്കഡ് ആയിട്ട് പോകുന്നുള്ളതാണ്. അതിരോസ്ക്ലോറോസിസ് സംഭവിച്ചിട്ട് അതുപോലെ ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്തിട്ടൊക്കെ എന്ത് ചെയ്യും, ത്രോംബസ് ഒക്കെ വന്നിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഡാമേജഡ് ആക്കി കളയും. നീര് പോലെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, സെൽ ഡെത്തുകൾ സംഭവിക്കും. ഇങ്ങനെയുള്ള ഇച്ചിങ്, വീക്കങ്ങൾ, കാര്യങ്ങൾ, ഇൻഫ്ലമേഷനൊക്കെ വരും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഷുഗർ കൂടിയ ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഷുഗർ കൺട്രോൾഡ് ആക്കുകയും വേണം. ഷുഗർ വരാത്ത രീതിയിലുള്ള നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നമ്മൾ നിർബന്ധമായിട്ടും മാനേജ് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അതിന് കൂടെ എക്സസൈസുകളും കാര്യങ്ങളും എന്ത് ചെയ്യുക, കൂടുതലായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഈ പറഞ്ഞിട്ടുള്ള ബ്ലാക്ക് ഡിസ്കളറേഷൻ ഗ്രാജുവൽ, ഇത് പെട്ടെന്ന് മാറുന്ന ഒരു സംഗതിയല്ല. ഈ ഡിസ്കളറേഷൻ വരുന്നതും ഗ്രാജുവൽ മെല്ലെ വരുള്ളൂ. അതേപോലെ തന്നെയാണ് ഇത് മെല്ലെ അത് മാറി വരികയും ഉള്ളെന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ പെരിഫറൽ വാസ്കുലർ ഡിസീസ് ഉള്ള ആളുകൾക്ക് ഈ പറഞ്ഞതുപോലെ ബ്ലാക്ക് ഡിസ്കളറേഷൻ സ്കിന്നിന് വരും, കാലിന് പ്രത്യേകിച്ച് ഉണ്ടാകും എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കുക. ഇനി ചില ആളുകൾക്ക് അപ്പോൾ ചില കണ്ടീഷന് പറയും, ഡോക്ടർ എനിക്ക് അങ്ങനത്തെ പ്രയാസങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ എനിക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അപ്പോൾ ചില ആളുകൾക്ക് എന്ത് ചെയ്യും, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. മെലനോസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ, അതായത് നമ്മുടെ ആ ഒരു കാലിൻ്റെ ആ ഭാഗത്തുള്ള സ്കിന്നിന് എന്ത് ചെയ്യും, ഹൈപ്പറായിട്ട് എന്ത് ചെയ്യും, മെലാനിൻ പ്രൊഡക്ഷൻ കൂട്ടുക. നമ്മുടെ സ്കിന്നിന് കളറ് വരുത്തുന്നത് ഈ മെലാനിൻ എന്നുള്ള ഒരു കോമ്പൗണ്ടാണ്, ഒരു കെമിക്കൽസാണ്. അതിൻ്റെ ഒരു മെലാനിൻ കൂടുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ നിറം ഡാർക്കായിട്ട് അല്ലെങ്കിൽ കൂടുതലായിട്ട് കളർ വരും എന്നുള്ളതാണ്. അപ്പോൾ മെലാനിൻ പ്രൊഡക്ഷൻ കൂടുതലായിട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെയുള്ള ഡിസ്കളറേഷൻ കൂടുതലായിട്ടുണ്ടാകും എന്നുള്ളതാണ്. അത് ചില സ്കിൻ കണ്ടീഷനുകളാണ്. ഇതൊരിക്കലും എന്തെല്ലാം സിസ്റ്റമിക് കണ്ടീഷനായിട്ട് നമ്മുടെ ശരീരത്തെ ഒന്നാകെ ബാധിക്കുന്നതായിട്ടല്ല ഞാൻ പറയുന്നത്. ചില ഏരിയകളിൽ നമുക്കറിയാം, സോറിയാസിസ് സംഭവിച്ചാൽ അല്ലെങ്കിൽ എക്സിമ സംഭവിച്ചാൽ, സ്കിൻ ഡിസീസുകളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ചില ഏരിയകൾ എന്തെങ്കിലും ഇച്ചിങ് ഉണ്ടായിരിക്കും, അതേപോലെ അവിടെ ഡിസ്കളറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ചില ആളുകൾക്ക് ഈ പറഞ്ഞതുപോലെ എന്ത് ചെയ്യാൻ സംഭവിക്കാറുണ്ട്, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ എന്നുള്ള കണ്ടീഷൻ ഉണ്ടാകാറുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാലും എന്ത് ചെയ്യും, കാലിൻ്റെ ചില ഭാഗങ്ങൾ, അത് കാല് മുഴുവനായിട്ടും ബ്ലാക്ക് കളറാകും എന്നല്ല, ചെറിയ ഭാഗങ്ങളിലൊക്കെ എന്ത് ചെയ്യും, ബ്ലാക്ക് കളർ കമ്പാരിറ്റീവിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ വാസ്കുലോപ്പതി ഉള്ള കാരണമാണെങ്കിൽ ഓൾമോസ്റ്റ് എന്ത് ചെയ്യും, നമ്മുടെ ലെഗ്സിൻ്റെ വലിയൊരു ഏരിയ അത് നന്നായിട്ട് കവർ ചെയ്യും. അതേപോലെ തന്നെ ഇതുപോലെ മെലനോസിസ് പോലെയുള്ളതാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ചെറിയ ഏരിയകളിൽ മാത്രം അത് ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ. പൊതുവായിട്ട് അങ്ങനെയാണ് കണ്ടുവരുന്നത്. അപ്പോൾ മെലനോസിസ് കാരണമായിട്ടും അതേപോലെ തന്നെ വാസ്കുലോപ്പതി കാരണമായിട്ടും ഈ പറഞ്ഞതുപോലെ ബ്ലാക്കിഷ് ഡിസ്കളറേഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഇനി മൂന്നാമത്തേതാണ് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഡയബറ്റിക് ഡെർമോപ്പതി എന്നുള്ള ഒരു കണ്ടീഷൻ. ഡയബറ്റിസം കൂടിയിട്ട്, ഷുഗർ കൂടിയിട്ട്, ബ്ലഡിൽ എപ്പോഴും ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടിയിട്ട് അത് കാരണമായിട്ട് നമ്മുടെ നെർവിനെ അസുഖം ബാധിക്കും, അതുപോലെ ബ്രെയിനെ ബാധിക്കും, അതുപോലെ കണ്ണിൻ്റെ കാഴ്ചയെ ബാധിക്കും, അതുപോലെ വയറിനെ ബാധിക്കും, ദഹനത്തെ ബാധിക്കും, ലിവറിനെ ബാധിക്കും, തുടങ്ങിയ നമ്മുടെ ശരീരത്തിലുള്ള ഈച്ച് ആൻഡ് എവരി കോശങ്ങളിലെയും ഷുഗർ ഹൈപ്പർ ഗ്ലൈസീമിക് കണ്ടീഷൻ നമ്മളെ നന്നായിട്ട് ബാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ സർക്കുലേഷനും എന്ത് ചെയ്യും, ഈ പറഞ്ഞ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്ത് ചെയ്യും, ഈ സർക്കുലേഷനും ഇത് നന്നായിട്ട് ബാധിക്കുന്നില്ല. ചില ആൾക്ക് തരിപ്പ് വരിക, ചില ആളുകൾക്ക് ഇതുപോലെ ഡിസ്കളറേഷൻ വരിക, സർക്കുലേഷൻ കുറഞ്ഞത് കാരണം മറ്റ് പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുക എന്നുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഉണ്ടാകുക. കൂടുതലും എന്ത് ചെയ്യും, ഈ പറഞ്ഞ വീക്കങ്ങൾ വരിക, അതുപോലെ ഡിസ്കളറേഷൻ വരിക, മുറിവ് ഉണ്ടായിട്ട് എന്ത് ചെയ്യും, സെൻസേഷനൊക്കെ കുറഞ്ഞ് മുറിവ് സംഭവിച്ചിട്ട് പിന്നീട് മുറിവൊന്നും ഉണങ്ങാൻ പറ്റാത്ത അല്ലെങ്കിൽ ഉണങ്ങാത്ത
പെട്ടെന്നൊരു കണ്ടീഷനിലേക്ക് അത് നീക്കിക്കളയും എന്നുള്ളതാണ്. അപ്പോൾ ഡയബറ്റിക് ഡെർമോപ്പതി എന്നുള്ളത് ഇന്ന് ക്രോണിക് ആയിട്ട് എല്ലാ ഇടങ്ങളിലും കണ്ടുവരുന്നൊരു സംഗതിയാണ്. അത് കോമൺ ആയിട്ട് മാർക്കുക ഒരു 40 വയസ്സ് കഴിഞ്ഞിട്ട് 5-10 വർഷമായിട്ട് അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഷുഗർ കൂടിയ ആളുകൾക്ക് വരും. അതേസമയം ചിലപ്പോൾ കൺട്രോൾഡ് ആയിരിക്കും, അതായത് 140, ചില ആൾക്ക് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഫാസ്റ്റിങ്ങിൻ്റെ സമയത്ത് 130 അല്ല ഡോക്ടർ, അപ്പർ ബോട്ടിലാണ് കുറഞ്ഞൊരു കൂടുതലേ ഉള്ളൂ എന്നുള്ളതാണ്. പക്ഷേ ആ കുറഞ്ഞ കൂടുതൽ വർഷങ്ങളോളം നീണ്ടു നിന്ന് അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നമ്മളെ ബാധിക്കുമെന്നുള്ളത് നിർബന്ധമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ HbA1c പോലെ ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് എത്രത്തോളം നമ്മുടെ ശരീരത്തെ ഈ പറഞ്ഞ ഷുഗർ ബാധിച്ചിട്ടുണ്ടെന്നുള്ളത് നോക്കൽ നിർബന്ധമാണ്. അപ്പോൾ തരിപ്പ് വരിക, അതുപോലെ വീക്കം വരിക, ഇച്ചിങ് വരിക, സ്കിന്നൊക്കെ പൊളിഞ്ഞു വരിക, അതേപോലെ തന്നെ സർക്കുലേഷൻ കുറഞ്ഞ് എന്ത് ചെയ്യും, മുറിവ് വന്നിട്ട് മുറിവ് ഉണങ്ങാത്ത കണ്ടീഷനിലേക്ക് പോവുകയും പിന്നീട് കാല് മുറിക്കുന്ന കണ്ടീഷനിലൊക്കെ പലപ്പോഴും ക്രോണിക് ആയി കഴിഞ്ഞാൽ എത്തും എന്നുള്ളതാണ്. അപ്പോൾ ഷുഗർ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യുക, ഭക്ഷണങ്ങൾ നല്ലോണം ക്രമീകരിക്കുക, എക്സസൈസുകൾ നല്ലോണം ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഡയബറ്റിക് ഡെർമോപ്പതി എന്നുള്ളത് ഇന്ന് കോമൺ ആയിട്ടുള്ള കണ്ടീഷനാണ്. അപ്പോൾ നിങ്ങളുടെ കാലുകൾക്ക് എന്ത് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഷുഗർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ കാലിന് ചെറിയ രൂപത്തിലൊക്കെ മെല്ലെ മെല്ലെ അത് വരികയുള്ളൂ. പക്ഷെ അത് കൂടിക്കഴിഞ്ഞാൽ കാല് മുഴുവനായിട്ട് നല്ല ഉണങ്ങി ഡാർക്ക് കളറിലേക്ക് കടക്കുക എന്നുള്ളതാണ്. അത് വെരി കോംപ്ലിക്കേറ്റഡ് കേസാണ്, വെരി കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്ന ഒരു സമയം കൂടെയാണ്. അപ്പോൾ അത് നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷേ ഇങ്ങനെയുള്ള കേസുകൾ നമുക്ക് എന്ത് ചെയ്യാം, മെല്ലെ മെല്ലെ ഗ്രാജ്വലി അപ്ഡേറ്റഡ് ആയി കൊണ്ടുവരാൻ കഴിയാം. പക്ഷെ അത് പറയുന്ന രൂപത്തിൽ ട്രീറ്റ്മെൻറ്റ് കൊണ്ടുപോവുകയാണെങ്കിൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഗ്രാജ്വലി മെല്ലെ മെല്ലെ അത് റിക്കവർ ചെയ്തിട്ട് നോർമൽ സ്കിന്നിലേക്ക് എത്താൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. ഇനി ഇതേപോലെ തന്നെ ഡയബറ്റിക് ഡെർമോപ്പതി പോലെയുള്ള ചില കണ്ടീഷനാണ് DVT എന്ന് പറയുന്നൊരു കണ്ടീഷനുണ്ട്, ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്ന് പറയും. അതായത് നമ്മുടെ ലോവർ ലെഗിലേക്ക് ഉള്ള സർക്കുലേഷൻ എന്ത് ചെയ്യുക, വലിയ ബ്ലഡ് വെസലുകളിലൊക്കെ എന്ത് ചെയ്യുക, ബ്ലോക്ക് സംഭവിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ രക്തക്കുഴലുകളിലൊക്കെ ഇൻഫ്ലമേഷൻ സംഭവിച്ച് ഷുഗറും കൊളസ്ട്രോളൊക്കെ കൂടിയിട്ട് ബ്ലോക്കൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ ഭാഗത്തേക്കുള്ള സർക്കുലേഷൻ കംപ്ലീറ്റ് ബ്ലോക്ക് ആക്കിയിട്ട് അവിടുത്തെ കോശങ്ങളൊക്കെ നശിച്ചിട്ട് ഈ പറഞ്ഞതുപോലെയുള്ള ബ്ലാക്ക് ഡിസ്കളറേഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. നമുക്കതിൽ ഒരുപാട് ടെസ്റ്റുകളൊക്കെ ഇന്ന് അവൈലബിൾ ആണ്. ആ ടെസ്റ്റുകളൊക്കെ ചെയ്താൽ തന്നെ എത്രത്തോളം ബ്ലോക്ക് ഉണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൽ ട്രീറ്റ്മെൻറ്റുകളും ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, കാലിൽ നല്ല വീക്കം വരും, നല്ല നീരുണ്ടായിരിക്കും, നല്ല ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ ഉണ്ടായിരിക്കും, നല്ല പെയിൻഫുൾ കണ്ടീഷൻ ആയിരിക്കും. അങ്ങനെയുള്ള പല അസ്വസ്ഥതകളും പല സിംറ്റംസുകളും ഇതുമായി റിലേറ്റഡ് ആയിട്ട് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ DVT എന്നുള്ള കണ്ടീഷൻ, ചില ആളുകൾക്ക് ഇത് DVT നമുക്ക് എക്സ്റ്റേണലി നമുക്ക് കാണാൻ കഴിയില്ല. ഇൻറ്റേർണലി എക്സ്റ്റേണലി മീൻസ് നമുക്ക് പുറത്തേക്ക് നരമ്പ് തടിച്ചതായിട്ടോ അല്ലെങ്കിൽ വീർത്തതായിട്ടോ ഒന്നും കാണില്ല. പക്ഷേ ഇൻറ്റേർണലി ചിലപ്പോൾ എന്തുണ്ടായിരിക്കും, ബ്ലോക്കേജുകൾ ഉണ്ടായിരിക്കും. അതാണ് DVTയുടെ പ്രത്യേകത. അപ്പോൾ നമുക്കൊരു കാലുവേദന വന്നു എന്ന് കരുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, പെട്ടെന്ന് ഒഴിയാനൊന്നും പറ്റില്ല. കാരണം ഈ DVT ഉള്ള കണ്ടീഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവിടെ ബ്ലോക്കഡ് ആയിട്ടുള്ള ആ ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ബ്ലഡിൻ്റെ കട്ട് എന്ത് ചെയ്യും, അവിടുന്ന് ഡിസ്ലോഡ് ചെയ്തിട്ട് കൂടുതലാക്കി ഒഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, മസാജ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു രക്തക്കട്ട അവിടുത്തെ ഡിറ്റാച്ച്ഡ് ആയിട്ട് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ എത്താനും സ്ട്രോക്ക് പോലെയുള്ള അറ്റാക്ക് പോലെയുള്ള മറ്റു പല അസുഖങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ DVT എന്നുള്ളത് ഒരു സൈലൻറ്റ് കില്ലറും കൂടെയാണ്. നമ്മളത് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ, അപ്പോൾ കൂടുതലായിട്ട് നീരും ഡിസ്കളറേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ DVT ആണോ അല്ലേ എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ടും നമ്മളത് എന്ത് ചെയ്യണം, ഉറപ്പ് വരുത്തണം. ഇനി അതേപോലെ തന്നെ ചില ട്രോമകൾ സംഭവിച്ചാൽ, നമ്മളൊരു എന്തെങ്കിലും ആക്സിഡൻറ്റുകളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് വീഴ്ചകൾ സംഭവിച്ചാൽ, എന്തെങ്കിലും ഹെവി ഒബ്ജക്റ്റുകൾ നമ്മുടെ കാലിലൊക്കെ വന്ന് വീണ് കഴിയുക, ശരീരത്തിനും ഭാഗങ്ങളിൽ വീണ് കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ ചില ഭാഗങ്ങളിൽ രക്തം കല്ലിക്കുക എന്ന് പറയും. അതായത് അവിടെ എന്ത് ചെയ്യും, നമ്മുടെ സ്കിന്നിൻ്റെ താഴെയായിട്ട് ബ്ലീഡിങ് സംഭവിച്ചിട്ട് ഒരു ഡാർക്ക് ബ്ലൂയിഷൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ബ്രൗണിഷ് ആയിട്ടൊക്കെ എന്ത് ചെയ്യും, ഒരു രക്തം കട്ട പിടിച്ച കണ്ടീഷൻ ഉണ്ടാകാറുണ്ട്. ബ്ലീഡിങ് ഇൻറ്റേർണലി വന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ സ്കിന്നിൻ്റെ ഒരു ഭാഗത്തായിട്ട് അക്യുമുലേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻ എന്ത് ചെയ്യണം, അതിൻ്റേതായിട്ടുള്ള സ്പെസിഫിക് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അത് പ്രത്യേകം ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും നമുക്ക് ട്രോമാറ്റിക് ആയിട്ട് എന്തെങ്കിലും ആക്സിഡൻറ്റുകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് അക്യൂട്ടായിട്ടാണ്. നമ്മൾ ഇന്നിപ്പോൾ എന്തെങ്കിലും ഇവിടെ വീണ് അല്ലെങ്കിൽ ആക്സിഡൻറ്റുകൾ എന്തെങ്കിലും മുറിവുകളൊക്കെ സംഭവിച്ച് 2 ദിവസം കഴിയുമ്പോഴാണ് കൂടുതലായിട്ട് നമുക്കത് ഫീൽ ചെയ്യുക. മറ്റേത് അങ്ങനെയല്ല. ഷുഗർ ആകട്ടെ, മറ്റു കാര്യം വെരിക്കോസ് ആകട്ടെ, ഇങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ ക്രോണിക് ആയിട്ട് 5-10 വർഷങ്ങൾ നിലനിന്നിട്ട് ഗ്രാജ്വലി നമ്മുടെ ശരീരത്തെ നശിപ്പിച്ച് കളയുന്നതാണ്.
അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഹെമറേജ്, ഇൻറ്റേർണൽ ഹെമറേജ് ഇനി സ്കിന്നിന് താഴെയായിട്ട് കൂടുതലായിട്ടൊക്കെ ഉണ്ട് എങ്കിൽ ഈ പറഞ്ഞത് എക്സ്റ്റേണലി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ബ്ലാക്കിഷ് ആയിട്ട് അല്ലെങ്കിൽ ബ്രൗണിഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബ്ലൂവിഷ് ആയിട്ടുള്ള ഡാർക്ക് ബ്ലൂവിഷ് ആയിട്ടുള്ള ഒരു ഡിസ്കളറേഷൻ നമുക്ക് കാണാൻ കഴിയും. അത് കംപ്ലീറ്റ് പൊതുവെ കാണാറില്ല. എന്തെങ്കിലും ആ ഒരു ഏത് ഭാഗത്താണ് ട്രോമ വന്നത്, എന്തെങ്കിലും ആ ഒരു ഇഞ്ചുറി സംഭവിച്ചത് ആ ഭാഗത്തായിരിക്കും കൂടുതലായിട്ട് ഈ ഒരു പ്രയാസം അല്ലെങ്കിൽ ഒരു ഡിസ്കളറേഷൻ ഉണ്ടാകുക എന്നുള്ളത്. ഇനി ഏറ്റവും ക്രോണിക് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണമാണ് ഈ ഷുഗർ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാരണമാണ് CKD ഉള്ള ആളുകൾ, ക്രോണിക് കിഡ്നി ഡിസീസ് ഉള്ള ആളുകൾക്ക് ഈ പറഞ്ഞതുപോലെ ബ്ലാക്ക് ഡിസ്കളറേഷൻ കാലിൽ നല്ലോണം ഉണ്ടാകും എന്നുള്ളതാണ്. കിഡ്നി ഡിസീസ് കൂടുതൽ ആളുകൾ ശരിയായ രീതിയിൽ ടോക്സിൻസ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോയില്ല എന്നുണ്ടെങ്കിൽ ഇച്ചിങ് നല്ലോണം വരും, കാലിൽ നീര് കൂടും, അതേപോലെ തന്നെ അവിടെ തന്നെ സ്കിന്നുകളൊക്കെ ഡ്രൈ ആയിട്ട് പൊടിഞ്ഞു പോകുന്ന തരത്തിലേക്ക് വരിക, അതേപോലെ യൂറിൻ ഔട്ട്പുട്ട് നല്ലോണം കുറയുക, ക്രിയേറ്റിനിൻ കൂടുതലായിട്ട് വരിക, യൂറിനിൽ ആൽബുമിൻ കൂടുതൽ പോകുക, ഇങ്ങനെയുള്ള പല പ്രയാസങ്ങളും ഇങ്ങനെയുള്ള ആളുകൾക്ക് ഉണ്ടാകുന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇൻറ്റേർണലി കിഡ്നിക്ക് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെ കാലിന് നീര് വരലും ഡിസ്കളറേഷൻ, കാല് കറുത്തു പോവുക അല്ലെങ്കിൽ ചൊറി വരിക, ഇങ്ങനെയുള്ള പല ലക്ഷണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മളൊരു ഷുഗർ ഉണ്ട്, അപ്പോൾ ഷുഗർ കൊണ്ടാണ് ഇത് വന്നത്, അല്ലെങ്കിൽ വെരിക്കോസ് ഉണ്ട്, വെരിക്കോസ് കൊണ്ടാണ് ഇത് വന്നത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യണം. കാരണം ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് കിഡ്നി പോലെയുള്ള മറ്റു പല അസുഖങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്കൊരു പലപ്പോഴും നമ്മൾ നെഗ്ലക്റ്റിംഗ് ചെയ്യുന്ന സംഗതികളാണ് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു, ക്രോണിക് കണ്ടീഷനിലേക്ക് അല്ലെങ്കിൽ ഒരു റിവേഴ്സിബിൾ കണ്ടീഷനിലേക്ക് എത്താത്ത രീതിയിലേക്ക്, അത് ക്രോണിക് ആയിട്ട് വലിയൊരു അസുഖത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, അതൊരു ഫിസിഷ്യനെ കണ്ടിട്ട് അത് കൺഫേം ആക്കുക, എന്താണ് എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ടും കൺഫേം ആക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള പല കാരണങ്ങളെ കൊണ്ട് എന്ത് ചെയ്യും, ഈ പറഞ്ഞതുപോലെ അസുഖങ്ങൾ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഈ ഒരു ഡിസ്കളറേഷൻ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഓരോന്നിനും ചെയ്യേണ്ടത് ഓരോ ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഹെമറേജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. കിഡ്നി റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. അതുപോലെ വെരിക്കോസ് ആണെങ്കിൽ അതിനുള്ള സ്പെസിഫിക് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. അതുപോലെ ഡയബറ്റിക് റിലേറ്റഡ് ആണെങ്കിൽ അതിനുള്ള സ്പെസിഫിക് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. ഓരോ കാരണങ്ങൾ കൊണ്ടും ഈ പറഞ്ഞതുപോലെയുള്ള ഡിസ്കളറേഷനും തരിപ്പും കടച്ചിലും വേദനയും അതുപോലെ വീക്കും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഏതാണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ട്, കൂടുതലൊക്കെ അറിയാൻ താല്പര്യമുള്ള ആളുകൾക്ക് താഴെ തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇനി നമുക്ക് മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം. താങ്ക്